വിജയ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും ഒരു കാര്യം കൂടെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാം. ഈ ഫോർ ബോൺ പീപ്പിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ തലപ്പത്തേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അത് എത്ര കറപ്റ്റ് സിസ്റ്റം ആണെങ്കിലും അതിനെ അഴിച്ച് പണിയാൻ ഏറ്റവും കെൽപ്പുള്ള നമ്പറാണ് ഒരു ഫോർ ബോൺ പേഴ്സൺ. അപ്പം അവർ തീർച്ചയായിട്ടും കടന്നു വരേണ്ട ഒരു മേഖല തന്നെയാണ് പൊളിറ്റിക്സ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ കറപ്റ്റായിട്ടുള്ള ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ വിജയ് പോലുള്ള ഒരു CM അങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രതീക്ഷകൾ വാനോളമാണ്. ന്യൂമറോളജിക്കലി അലൈൻഡ് ആണ്. അദ്ദേഹത്തിന് ആ സിസ്റ്റത്തെ മറച്ചു വയ്ക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ലക്കി ആയിട്ടുള്ള ഒരു 22 നമ്പർ വിജയ് CM ആവാൻ പോകുന്നു. അപ്പോൾ വേറെ ആരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഇദ്ദേഹത്തിന് ലക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, അതോ സ്വന്തം ഈ ഒരു 22 കൊണ്ട് മാത്രമായിരിക്കുമോ? 22 എന്ന നമ്പറിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ മാസ്റ്റർ ബിൽഡർ എന്ന് പറഞ്ഞ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു നമ്പറാണ്. പക്ഷേ എത്രയോ സഡൻ ഇവൻറ്റ്സ്, എത്രയോ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സിലൂടെ കടന്നു പോയിട്ടാണ് അത് പവറിലേക്ക് എത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു 16-ാം വയസ്സിൽ, 17-ാം വയസ്സിൽ, അല്ലെങ്കിൽ ഒരു 30-ാം വയസ്സിൽ ഒക്കെ അദ്ദേഹത്തിന് CM ആവാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പവർ പൊസിഷനിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. എത്രയോ നാള് അദ്ദേഹം ഈ പറയുന്ന സിനിമാ മേഖലയിൽ കഷ്ടപ്പെട്ട് നായകനായിട്ട് അഭിനയിച്ച് ആ കാര്യങ്ങളിലൂടെയൊക്കെ മുന്നേറി വന്നിട്ടാണ് അവസാനം ഈ പറയുന്ന CM കസേരയിലേക്ക് വരുവാൻ പോകുന്നു എന്നുള്ള ഒരു ധ്വനിയുണ്ട്. അത് തീർച്ചയായിട്ടും അതായില്ലെങ്കിൽ പോലും ഒരു പവർ പൊസിഷനാണ്, ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു പവർ പൊസിഷനാണ്. ആ പവറിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള 2 നമ്പേഴ്സാണുള്ളത്. ഒന്ന് 4 ആണ്, ഒന്ന് 8 ആണ്. 8ഉം പവറും മണിയും അതോറിറ്റിയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് 8ഉം. പക്ഷെ വിജയെ സംബന്ധിച്ചോളം ഈ 22 എന്ന് പറഞ്ഞ മാസ്റ്റർ ബിൽഡർ നമ്പർ അത് മതി. പക്ഷേ ഇപ്പോൾ തൃശയെ സംബന്ധിച്ചുള്ള ചോദ്യമാണെങ്കിൽ ഒരു 4ഉം നല്ല രീതിയിൽ വൈബ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതെന്ന് പറഞ്ഞിട്ട് അത് 4 എന്ന നമ്പറിനെ സംബന്ധിച്ചിടത്തോളം 2 നമ്പേഴ്സാണ് അവരോട് ചേർന്ന് പോകാൻ സാധ്യതയുള്ളത്. ഒന്ന് 1 ആണ്, രണ്ടാമത്തത് 4 ആണ്. അപ്പോൾ തൃഷ May 4th ആളുടെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ ദിവസം തന്നെ ഈ നല്ലൊരു റിസൾട്ടിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു 4ഉം നല്ല രീതിയിൽ വൈബ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലക്കി ചാന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അവരും 4 ആണ്, ഇതും 4 ആണ്. പക്ഷെ 2 പേരും അവരുടെ ലൈഫിൽ ഒരുപാട് ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്നുള്ളത് നിസ്സംശയം പറയാം.